ഹലോ ഡിയേഴ്സ്, അപ്പം നമുക്ക് പറഞ്ഞ് നിർത്തിയവിടുത്ത് നിന്ന് തുടങ്ങാം. നമ്മളൊരു ഷർട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഗേൾസിന് യൂസ് ചെയ്യാവുന്ന ഒരു ഷർട്ട്, യൂണിഫോം ഷർട്ട് 6 ഇയേഴ്സിൻ്റെ ആണ് ഞാൻ അളവെടുത്തിപ്പോൾ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഏത് ഏജുകാർക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇപ്പോൾ കാണിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സ്ലീവും കോളറൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായില്ല, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ബാക്ക് പോർഷനാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ബാക്കിലേക്ക് നെക്കിൻ്റെ പോർഷനിലേക്ക് വെക്കാനായിട്ട്, ഷോൾഡർ പോർഷനിലേക്ക് വെക്കാനായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ അത് 2 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 2 പീസിനെ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ആ ബാക്ക് പീസ് ആദ്യം ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. ആ ബാക്ക് പീസിൻ്റെ പൊട്ടുപുറത്തും നല്ല പുറത്തും 2 സൈഡിലേക്കായിട്ടും ഈ ഷോൾഡറിൻ്റെ പോർഷനിലേക്ക് വെക്കേണ്ട ആ ഒരു പീസിനെ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് ഞാൻ വെച്ച് കൊടുക്കുകയാണേ. അതങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആ 3 പീസും കൂടി ചേർത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ കഴുത്തിൻ്റെ പോർഷനിൽ വെക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല പുറവും പൊട്ടപ്പുറവും ഒന്ന് നോക്കിയിട്ട് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ കാണിക്കുന്ന ആ ഒരു പോർഷനിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിനൊന്ന് മറച്ചിട്ട് നല്ല പുറത്താക്കിയതിന് ശേഷം ഈ കാണുന്ന രീതിയിലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ കഴുത്തിൻ്റെ ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതെന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടുന്ന ആ ഒരു പട്ടയുടെ ഒരു പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളവിടെ 2 ഇഞ്ചാണ് അതിന് വേണ്ടി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഇഞ്ച് വീതമാണ് നമ്മൾ മടക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ പൊട്ടുപുറത്തേക്കും മറ്റേ സൈഡ് നല്ല പുറത്തേക്കാണ് മടക്കിയെടുക്കേണ്ടത്, ഓരോ ഇഞ്ച് വെച്ചിട്ട്. ഇപ്പം ഞാൻ ആ കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി എങ്ങാനും ഡൗട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊരു സാമ്പിൾ ഷർട്ട് എടുത്ത് വെച്ചിട്ട് അതിലെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ഒന്ന് ചെയ്തേക്കൂ. അപ്പോൾ ആ ഒരു ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോവാമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ 2 ഇഞ്ചിനെയാണ് നമ്മളവിടെ മടക്കി എടുക്കുന്നത്. അപ്പോൾ ആ 2 ഇഞ്ചിനെ മടക്കിയതിന് ശേഷം ഞാനൊന്ന് വടിച്ചെടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചേക്കണേ. അപ്പോൾ സിമ്പിളായിട്ട് കോട്ടൺ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിലൊന്ന് വടിച്ചു കൊടുത്താൽ നമുക്ക് അയൺ ചെയ്യാതെ ആ മാർക്കിംഗ് അവിടെ കിട്ടും. ശേഷം ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ എക്സ്ട്രാ വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണേ. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ പറഞ്ഞ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ബാക്കും ഫ്രണ്ടും എങ്ങനെ ജോയിൻ ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ബാക്ക് പൊട്ടുപുറം ഏതാണ്, നല്ലുപുറം ഏതാണ് എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്യുക. ശേഷം ഫ്രണ്ടിലെ മെറ്റീരിയലും അതുപോലെ തന്നെ പൊട്ടുപുറവും നല്ലപുറവും മാർക്ക് ചെയ്ത് കൊടുത്ത് 2ൻ്റെയും പൊട്ടുപുറം ഷോൾഡറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗമാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ചൊക്കെ എങ്ങനെയാണ് പോയിക്കുന്നത് എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്ക്. അപ്പോൾ നമുക്കതനുസരിച്ചൊന്ന് ചെയ്ത് പോയാൽ മതിയല്ലോ. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടേ. ശേഷം ഉണ്ടല്ലോ നമ്മൾ ഫ്രണ്ടും ബാക്കും ഈ കാണുന്ന രീതിയിൽ ഒന്ന് പിൻ ചെയ്തെടുക്കാൻ കേട്ടോ. എന്തിനാണെന്നറിയോ, നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു പോർഷനും കഴുത്തും എല്ലാം കൃത്യമാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെങ്ങനെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയോ, ആ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും എല്ലാം ഒന്നിച്ചിടണം. പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ നെക്കിൻ്റെ പോർഷനിൽ ഒരു വീനോച്ച് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ആ കൈക്കുഴിയുടെ ഭാഗം ഇപ്പോൾ ഒന്നിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നികത്തണം കേട്ടോ. ഒന്ന് സ്കെയിൽ വെച്ച് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു കർവ് പോലെ നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, മേലെ അതൊന്ന് കറക്റ്റാക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാം നമ്മൾ അളവ് ഷർട്ട് ഉണ്ടെങ്കിൽ ആ അളവ് ഷർട്ടിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ആവശ്യാനുസരണം വരണേ അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഷർട്ടിൻ്റെ സ്ലീവിനും ഉണ്ട് ഫ്രണ്ടിൽ കൈക്കുഴി ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് എടുക്കുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ അതും ചെയ്തേക്കാം. കൈൻ്റെ സെൻറ്ററിലായിട്ട് വീനോച്ചും കൊടുക്കുക. ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്.
ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനൊന്ന് ഞാൻ നിവർത്തിയിട്ടും അതുപോലെ തന്നെ ഒന്നിച്ച് വെച്ചും എല്ലാം നോക്കുന്നുണ്ട്. എന്താ സംഭവം, ഇതെല്ലാം കറക്റ്റല്ലേ, കറക്റ്റായിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നേ, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ്. അപ്പം അങ്ങനെ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പണിയെടുക്കാതെ ഇരട്ടിപ്പണി ഇല്ലാതെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ സ്ലീവ് നമ്മൾ 2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരുന്നത് താഴത്തെ പോർഷൻ. അപ്പോൾ ഓരോ ഇഞ്ച് വെച്ച് നമ്മൾ 2 മടക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് സ്ലീവിൻ്റെ താഴത്തെ കൈയിൻ്റെ താഴത്തെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഷർട്ടിൻ്റെ ഷോൾഡറും അതുപോലെ തന്നെ കയ്യും കൂടി കൂട്ടിയടിക്കുന്ന ഒരു അടിപ്പാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ആ വീനോച്ച് കൊടുത്തിരുന്നല്ലോ, ആ വീനോച്ച് എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് ഒരു സൈഡിലേക്കാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പോന്നിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിലേക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അത് ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി അവിടെ കൊടുത്തേക്ക്. പിന്നെ നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്യാം. ഒരു തുമ്പത്ത് കൂടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അവിടെ സൈഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി കോളറിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത് സെറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളത് കാണിക്കുന്നത്. കണ്ടോ, ഇത് നമുക്ക് 2 പീസായിട്ടും 1 പീസായിട്ടും കോളർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ 2 പീസായിട്ടുള്ള കോളറാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസിനെ ഒന്ന് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ് മെറ്റീരിയലിൻ്റെ മേലേക്ക് വെച്ചിട്ട്. അയൺ ചെയ്ത് എടുത്തിട്ട് എന്താണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്, 2 പീസ്, ഒരു എക്സ്ട്രാ പീസും കൂടി അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോളർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഒരേ ഷേപ്പിൽ തന്നെ 2 പീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കോളർ കട്ട് ചെയ്യാനായിട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് കണ്ടല്ലോ കൃത്യമായിട്ട്. അപ്പോൾ ആ കോളറൊക്കെ ഞാൻ നൂലതിൻ്റെ ആ മൂല കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നൂലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ചുറ്റുപുറവും 1/4 ഇഞ്ച് ഗ്യാപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് എക്സ്ട്രാ മെറ്റീരിയൽ വേണ്ടാനും ക്യാൻവാസിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതനുസരിച്ച് മാത്രം അവിടെ മെറ്റീരിയൽ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ എടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ കൃത്യമായിട്ടൊന്ന് മറിച്ചെടുത്താലാണ് ആ കോൺ വരുന്നതെല്ലാം മൂലഭാഗം വരുന്നതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇത്രയും മറിച്ചെടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കണേ, എന്നാലാണ് ഭംഗിയായിട്ട് കിട്ടുള്ളൂ. ശേഷം അവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ അവിടുത്തെ പണി ഏകദേശം ഭംഗിയായിട്ടുണ്ട്. ഇനി അടുത്തൊരു പീസും കൂടി ഉണ്ടല്ലോ, ഒരു പീസല്ലേ നമ്മളിപ്പോൾ അയൺ ചെയ്തെടുത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു പീസും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ട് അതിന് ചുറ്റുപുറം 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് മാർക്കിങ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് കേട്ടോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനെപ്പോഴും അടുപ്പിച്ചാണ് മാർക്കിങ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നോന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും മാർക്കിങ് കഴിഞ്ഞ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആവശ്യമുള്ള ഭാഗം മാത്രം അവിടെ വെച്ചും കൊണ്ട് ആവശ്യമില്ലാത്ത ഭാഗത്തിനെ നമ്മൾ ഒഴിവാക്കി കളയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ കേവൊക്കെ വരുന്നുണ്ടല്ലോ, വളവ് വരുന്നതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ആ വളയുന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് പോവുക. 1/4 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുത്താലും പോരാ, അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ചെറിയ 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 ചെരിച്ചുള്ള കട്ടിങ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ കാണുന്ന കോളറിൻ്റെ പോർഷനെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും മറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും വെച്ചും കൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു പീസിനെ വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇപ്പം ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിനെ എങ്ങനെ സെറ്റാക്കി കൊടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേക്കൂ, നമ്മൾ 2 പീസിൻ്റെയും സെൻറ്ററിൽ ഒരു വീനോച്ചോ അല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിൽ പെന്നും കൊണ്ടോ പെൻസിലും കൊണ്ടോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ പീസിനെയും കൂട്ടി സെൻറ്റർ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ആ 3 പീസും സെൻറ്റർ കറക്റ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, 2 പീസ് ആദ്യം വെച്ച് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ആ കോർണർ ഒന്ന് ജോയിൻ ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാണല്ലോ നമുക്ക് മറ്റേ പീസിനെ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതാ സെൻറ്റർ കണക്കാക്കിയിട്ട് ഞാൻ ആദ്യം ഒറ്റ പീസാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ടെൻഷൻ ഒഴിവാക്കിയിട്ട്
ഏറ്റവും സിമ്പിളായിട്ട് ഈ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വി നോച്ചിന് ഒരു പോർഷനിലേക്കാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി ആ വി നോച്ചിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ അടുത്തൊരു സൈഡിലേക്കുള്ള സ്റ്റിച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിന് ശേഷം വേണം നമ്മൾ എക്സ്ട്രാൻ്റെ മേലെ കൂടെ വന്നിരിക്കുന്ന വേറൊരു പീസും കൂടി ഉണ്ടല്ലോ, അത് കൂട്ടി ഒരൊറ്റ സ്റ്റിച്ചും കൂടി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ കോളറിൻ്റെ പോർഷൻ വേറെ തലവേദനകളൊന്നുമില്ലാതെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും ഈ 2 പീസും കയ്യിൽ പിടിച്ച് എന്ത് ചെയ്യും, ഒന്ന് പിടിക്കുമ്പോൾ അടുത്തത് ഓടിപ്പോകും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ 1, 2, 3, 4 പ്രാവശ്യമൊക്കെ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കോളറിൻ്റെ പണി ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു പണിയായിട്ട് തോന്നൂല. ഞാനൊക്കെ ഈ കോളർ ഫസ്റ്റ് ചെയ്ത ടൈമിൽ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്തെടുത്തേ, ഒന്ന് പിടിക്കുമ്പോൾ അടുത്തത് പോവും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ക്യാൻവാസിൻ്റെ ആ ഒരു സൈഡിൽ നമ്മളിപ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന ഒരു കാലിഞ്ച് ഉണ്ടല്ലോ, ആ കാലിഞ്ചിനെ ഒന്ന് നമ്മൾ അതിൻ്റെ ക്യാൻവാസിൻ്റെ മേലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ. ഒന്ന് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഷർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കണേ 2 തുമ്പും. ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഈ പീസിനെ മറയ്ക്കാനായിട്ട്. എന്നാലാണ് കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനൊന്ന് മറിച്ചെടുക്കുക. പറ്റുമെങ്കിൽ ഒന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്യുന്നത് എപ്പോഴും നമുക്ക് സ്റ്റിച്ചിങ് എളുപ്പമാക്കാനായിട്ട് ഉപകാരപ്പെടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞവിടുത്ത് നിൽക്കണം എന്നില്ല. അപ്പോൾ അതിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അയൺ ചെയ്തെടുക്കുന്നത് ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അതിനെ ഒന്ന് മടക്കി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒന്നെങ്കിൽ വീനോച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ പെന്ന് കൊണ്ട് അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മെറ്റീരിയലിൻ്റെ കളർ, നമ്മുടെ കയ്യിലിരിക്കുന്ന തുണിയുടെ കളറും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന പെന്നിൻ്റെ കളറും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് വൃത്തികേടായിട്ട് കാണാൻ പാടില്ല. ഓക്കെ, അപ്പോൾ കോളറിൻ്റെ വീനോച്ചും അതുപോലെ തന്നെ നമ്മൾ ഷർട്ടിൻ്റെ കോളറിൻ്റെ ബാക്ക് നെക്കിൻ്റെ പോർഷനിൽ ഒരു വീനോച്ചും കൊടുത്തിരുന്നല്ലോ, അത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഷർട്ടിൻ്റെ നല്ല പുറത്താണ് ഇപ്പം ഞാൻ ഈ കോളറിനെ വെച്ചിരിക്കുന്നത്. ഇപ്പം കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു രീതി കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അത് 1/4 ഇഞ്ചിൽ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ്. അപ്പോൾ ഈ പറഞ്ഞോണം ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് പോന്നു, അതിനുശേഷമാണ് വീനോച്ചിൽ നിന്ന് അപ്പറേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പത്തിന് വേണമെങ്കിൽ ആ കോളറിൻ്റെ തുമ്പിലുണ്ടല്ലോ, വീനോച്ചിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം തുമ്പിൽ ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കിട്ടാനായിട്ട് നമുക്ക് ചുളിവുകളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കോളറിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഒന്ന് ഉറപ്പായിട്ട് നിൽക്കാനായിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ കയ്യിൽ അളവ് ഷർട്ട് ഉണ്ടാവുമല്ലോ, അതിലൊന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആകുമ്പോഴത്തേനും അയ്യോ ഇത് തുമ്പിലൂടെ അടിക്കണോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് നീക്കി അടിക്കണോ എന്നുള്ളതൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് അടിച്ച് ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോളറിൻ്റെ പണിയും ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഷർട്ടിൻ്റെ കോളർ വന്നിരിക്കുന്നത്. കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഫിനിഷിംഗ് ആയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മെയിനായിട്ട് വെക്കേണ്ടത് എന്താണ്? ബട്ടൺ ഹോളും വെച്ച് കൊടുക്കണമല്ലേ. അത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലോങ് ആയിപ്പോവും. അപ്പം അത് കാരണം കൊണ്ട് ഞാനിത് ഇവിടെ വെച്ച് നിർത്താണേ. അടുത്ത ദിവസം ബട്ടൺ ഹോളും ബട്ടണൊക്കെ വെക്കുന്നത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് അവസാനിപ്പിക്കണം. അപ്പോൾ ഞാനിത് ചെറിയ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള
ഒരു സ്റ്റിച്ചിങ് ഉണ്ട്, സൈഡ് ഫിനിഷിങ്. അത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. താഴെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിരുന്നു. ആ 2 ഇഞ്ച് സീം അലവൻസിനെ ഓരോ ഇഞ്ച് വീതം മടക്കി അങ്ങനെ 2 മടക്ക് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. കണ്ട് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് പറഞ്ഞേക്കണേ. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.